അമൽ സുരേന്ദ്രൻ അവിടെയുണ്ട്. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. അമൽ, പുതിയ വിവരങ്ങളുണ്ടോ അമൽ? റീജിത്ത്, നമുക്കിപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ തലയ്ക്കുള്ള ഗുരുതര, അതായത് വീഴ്ച കൊണ്ട് മാത്രം സംഭവിച്ചതല്ല, വീഴുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇരുമ്പ് റോഡ് ഉമാ തോമസിന്റെ തലയിൽ വീണിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അപകടത്തിന്റെ ഗുരുതര സ്വഭാവം കൂടിയത്. ഇപ്പോൾ എസ് ശ്രീകാന്ത് നമ്മുടെ സംസാരിക്കുകയുണ്ടായി, ശ്രീജിത്ത് AS നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം സംസാരിച്ചപ്പോൾ നമ്മളോട് പറയുകയുണ്ടായി ഏതായാലും പ്രാഥമികമായ വിലയിരുത്തലുകൾ നടത്തുകയാണ് എന്നാണ്. ഇപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ ഉമാ തോമസിനെ കാണുവാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂടിയാലോചന നടക്കുകയാണ്. ഉമാ തോമസിനെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്ന കൂടിയാലോചന നടക്കുകയാണ്. ഇപ്പോൾ CT സ്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഉമാ തോമസിന്റെ പരിക്ക് ഗുരുതരം തന്നെയാണ് എന്നാണ് ഈ മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമാ തോമസിന്റെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുമോ എന്ന കാര്യം ഇതോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. ഈ തലയ്ക്കേറ്റ അപകടത്തോടൊപ്പം തന്നെ കാണേണ്ടത് ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിലുള്ള നേരത്തെയുള്ള പലതരം പ്രശ്നങ്ങളുമുണ്ട്. ഇതോടൊക്കെ ചേർത്ത് വേണം ഈ ഒരു ഇപ്പോഴുണ്ടായ ഒരു അപകടത്തെ കൂടി കണക്കാക്കാൻ. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായി ഉമാ തോമസിനെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. റിജിത്ത്, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇപ്പോൾ റിനേ ആശുപത്രിയിലേക്ക് ഉമാ തോമസിനെ എത്തിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് MLAയെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യമടക്കം അവിടെ ചർച്ചയാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും കാര്യങ്ങൾ അവർ തീരുമാനിക്കുക. ഒരു സുരക്ഷാ വീഴ്ചയാണ്, വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നേരത്തെ ഈ അപകടത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന സുധീർ നമ്മളോട് പറഞ്ഞത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഒരു ബാരിക്കേഡ് അവിടെ ഈ സ്റ്റേജിൽ വേദിയിൽ വെക്കുന്നതിന് പകരം ഒരു സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. ഒരു അപകട സാധ്യതയുള്ള സംവിധാനമാണ് ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ആർട്ട് മാഗസിനായ മൃദംഗാഭിഷൻ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ്, ആ പരിപാടിക്ക് ആശംസകൾ നേരാൻ വേണ്ടിയാണ് MLA അവിടേക്ക് എത്തിയത്. മന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയായിരുന്നു. സമൂഹത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളൊക്കെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു. അതിനിടയിൽ വെച്ചാണ് MLAക്ക് ഇങ്ങനെ ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്ന് MLA നിലത്തേക്ക് വീഴുന്ന, വേദിയിൽ നിന്ന് നിലത്തേക്ക് വീഴുന്ന നില ഉണ്ടായത്. തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് MLA ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.